ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു അതിഥീനെ കാണാൻ പോവാണ് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്ന് കയറിയ ഒരു അതിഥിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരുന്ന് എവിടെ നിന്ന് കയറിയിരുന്നു എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നു. നമ്മുടെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരാൾ ഇത് എവിടെ നാട് പുതിയ നമ്മുടെ വീട്ടിൽ കുറേ പൂച്ചക്കുട്ടികളുണ്ടെന്നുണ്ടെങ്കിലും ഇയാൾ ഇങ്ങനെ ഒരു നിറത്തിലുള്ള പൂച്ചക്കുട്ടി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു കൗതുകത്തോട് കൂടിയാണ്. പിന്നെ നമ്മൾ അതിനെ എടുത്ത് വളർത്താനുള്ള മൈൻഡായി. പക്ഷേ ആൾ പിടിച്ചാൽ നിൽക്കുന്നുണ്ടായില്ല. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുപ്പിക്കുന്നുണ്ടായില്ല. പിന്നെ ഓൾറെഡി പൂച്ചക്കുട്ടികളുള്ളതുകൊണ്ട് അവർക്ക് ബൈറ്റ്സ് ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബൈറ്റ്സിൻ്റെ ഇതൊക്കെ കൊടുത്ത് ആളൊന്ന് സെറ്റാക്കി എടുത്തിട്ടാണ് പിന്നെ ആൾ വന്ന് ആൾ പെട്ടെന്ന് ഓടി പോകുന്നു. നമ്മൾ പിടിക്കാൻ സമ്മതിക്കാത്ത ടൈപ്പ്. പിന്നെ ഇറങ്ങി പിന്നെ നമ്മളതിനെ പിന്നെ ആൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പിന്നെ വീണ്ടും വണ്ടിയുടെ ഉള്ളിലേക്ക് തന്നെ കയറി എഞ്ചിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരിക്കുകയാണ്. പോകാനുള്ള മൈൻഡ് സെറ്റായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇറങ്ങുന്നില്ല. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ആദ്യത്തെ ആൾ പേടിച്ചിട്ട് നമ്മൾ കടിച്ചായിരുന്നു. പിന്നെ എല്ലാവരും ഓക്കെ ആൾക്ക് മനസ്സിലായി ഫുഡ് കിട്ടുന്ന വീടാണ്, ഫുഡ് നിന്ന് ഫുഡ് കിട്ടും, മനുഷ്യ ഉണ്ടാവില്ല നമുക്ക് മനസ്സിലായി ആൾ ഇവിടെ സെറ്റായി ഗൈസ്. അങ്ങനെയാണ് ഈ ഒരാളുടെ പുതിയൊരു കഥ ഇവിടെ തുടങ്ങുന്നത്. പെട്ടെന്ന് ഓടി പോകുന്നതുകൊണ്ട് നമ്മളിവിടെ തൽക്കാലം കെട്ടിയ ചാക്കിൻ്റെ ചരട് വെച്ചിട്ടാണ് നമ്മൾ ആളിനെ കെട്ടിയിട്ടിട്ടുള്ളത്. ഇതിപ്പോൾ വന്നിട്ട് ആൾ മൂന്നാമത്തെ ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ ആളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ആൾ ഭയങ്കര ആക്റ്റീവൊക്കെയാണ്. പക്ഷേ എന്നാലും കണ്ണിൻ്റെ അവിടെയൊക്കെ കുറച്ചുകൂടെ വീക്കാണ്. ആൾ സെറ്റാവുന്നേ ഉള്ളൂ. ഈ പൂച്ചക്കുട്ടിയുടെ പേരിന് നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വയ്ക്കും.